ദിസ് ഇസ് ദ റെസ്റ്റോറൻറ്റ് ബ്ലോക്ക്. അതായത് കുറെ മരത്തിൻ്റെയൊക്കെ ഇടയിൽ കാടിൻ്റെയൊക്കെ ഇടയിൽ സൈഡിലൂടെ രണ്ട് സ്ട്രീമൊക്കെ ഒഴുകി പോകുന്ന സ്ഥലത്ത് കാൻഡിലിവേർഡ് ആയിട്ടുള്ള സ്റ്റിൽറ്റിൽ നിൽക്കുന്ന ഒരു സ്റ്റീൽ സ്ട്രക്ചർ. ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ട്രക്ചർ ആകുമ്പം ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സീറ്റിംഗിൽ നിന്ന് പുറത്തേക്കൊക്കെ നമ്മുടെ ഈ ഒരു ഫോറസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ഒരു വ്യൂവും ഫീലും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ബ്ലോക്കിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കുണ്ടായിരുന്ന ഏറ്റവും ഒരു വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ട് സ്ട്രീം രണ്ട് സൈഡിലൂടെ ഒഴുകുന്നുണ്ട്. സ്ട്രീമിൽ നിന്ന് വളരെ അടുത്തായിരുന്നു ഫൗണ്ടേഷന്റെ ഫൂട്ടിങ്ങിന് വേണ്ടി കോളത്തിന് വേണ്ടിയുള്ള എക്സ്കവേഷൻസ് ചെയ്യേണ്ടി വന്നത്. അപ്പം ആ ഒരു ഫൂട്ടിങ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് താഴെ വെള്ളമായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് സ്ട്രക്ചറലി സോൾവ് ചെയ്ത് സ്റ്റിൽറ്റിൽ ഈ ഒരു ഹൈറ്റിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിനെ പ്ലേസ് ചെയ്യാന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. ഈ ഹൈറ്റ് ഞങ്ങൾക്ക് വളരെ ഒരു മേജർ ഞങ്ങളുടെ ഒരു കൺസേണും ആയിരുന്നു. കാരണം വെച്ചാൽ ആ ഒരു ഹൈറ്റിൽ ഇതിനെ പ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്രയും കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ഫ്രണ്ടിലേക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡെക്ക് ഇത്രയും ഹൈറ്റിൽ നമ്മൾ ചെയ്യാനുണ്ടായ കാരണം. ഇതിന്റെ റൂഫിംഗ് നോക്കുവാണെങ്കിൽ രണ്ട് ലെവൽസ് ആയിട്ടാണ് റൂഫിംഗ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ലെവൽ റൂഫിംഗ് വരുന്നത് നോർമലായിട്ട് ഒരു 7 ഫീറ്റ് ലെവലിൽ ഔട്ട്ഡോർ ആയിട്ടുള്ള ഫസ്റ്റ് സെറ്റ് ഔട്ട്ഡോർ സീറ്റിങ്ങിന് പുറത്താണ് ആ 7 ഫീറ്റ് ലെവലിലുള്ള റൂഫ് വന്നത്. ആ റൂഫ് മേജർലി നമുക്ക് ഇവിടുന്ന് വരുന്ന റെയിനിൽ നിന്ന് ആ ഒരു ഔട്ട്ഡോർ സീറ്റിംഗ് ഏരിയനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ സൈഡ് സ്ലോപ്പിംഗ് റൂഫ് ടോപ്പിൽ വന്നിട്ടുള്ളത്. ആ വൺ സൈഡ് സ്ലോപ്പിംഗ് റൂഫാണ് ഇൻസൈഡ് വരുന്ന ഇൻഡോർ സീറ്റിങ്ങിനെയും കിച്ചണെയും സ്റ്റോറിനെയും അതിന്റെ ആൻസിലറി സ്പേസസിനെ എല്ലാം കവർ ചെയ്യുന്ന മെയിൻ റൂഫായിട്ട് ആക്ട് ചെയ്യുന്നത്.